ഓരോ സംസ്ഥാനത്തിനും നൽകേണ്ട കൃത്യമായ വിഹിതം നിശ്ചയിച്ചിട്ടുണ്ട്. മാനദണ്ഡമുണ്ടതിന്. ആ മാനദണ്ഡമെല്ലാം ലംഘിച്ച് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് അർഹതപ്പെട്ട് നിഷേധിക്കുന്ന നിലയെടുത്തു. ഓരോ സംസ്ഥാനത്തിനും കടമെടുക്കാനുള്ള അവകാശമുണ്ട്. തീർത്തും നീതിരഹിതമായി ആ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഇടപെടുകയും കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി വല്ലാതെ വെട്ടിക്കുറക്കുകയും ചെയ്തു. നമ്മുടെ നാടും കേരളവും കേന്ദ്രവും കൂടി നടപ്പാക്കുന്ന പദ്ധതികളുണ്ട്. ആ പദ്ധതികളുടെ പണം സംസ്ഥാനം ആദ്യം ചെലവിടും. കേന്ദ്രം നൽകേണ്ടത് കൃത്യസമയത്ത് നൽകില്ല. ഇപ്പൊ ചുരുക്കത്തിൽ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുക, സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുക, നടക്കേണ്ട കാര്യങ്ങൾ നടക്കാതിരിക്കുക, അങ്ങനെ മുന്നോട്ട് പോകാനുള്ള ശ്രമം അതിനാകാവുന്ന രീതിയിൽ തടയിടുക. ഇതാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ച സമീപനം. നിർഭാഗ്യവശാൽ ഈ സമീപനത്തോടൊപ്പം അണിനിരക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷത്തെയാണ് നാം കണ്ടത്. UDF ഇന്ത്യൻ പാർലമെന്റിൽ UDF എംപിമാർ നിറഞ്ഞിരിക്കുന്നു. നമ്മുടെ നൂറ്റാണ്ടിലെ മഹാപ്രളയത്തിൻ്റെ എല്ലാ സഹായവും നിഷേധിക്കുന്നു. ഒരക്ഷരം അതിനെതിരെ സംസാരിക്കാൻ ഈ പറഞ്ഞ UDF തയ്യാറില്ല, എംപിമാർ തയ്യാറില്ല, UDF തയ്യാറില്ല. പറഞ്ഞതോ കേരളത്തിനെതിരെ. അതിലൂടെ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാടിനെ ന്യായീകരിക്കുകയും അതിനെ പിന്താങ്ങുകയും ചെയ്യുക. ഇതെല്ലാം നമ്മുടെ അനുഭവത്തിലുള്ളതല്ലേ. പക്ഷേ ഇതെല്ലാം കൊണ്ട് നാം തകർന്നു പോയില്ല. നമുക്ക് തകരാൻ പറ്റില്ലായിരുന്നു. കാരണം നമുക്ക് മുന്നോട്ട് പോയേ തീരൂ. കാലാനുസൃതമായ പുരോഗതി നമ്മുടെ നാടിന് ആർജിക്കേണ്ടതുണ്ടായിരുന്നു. ആ വഴിക്ക് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കാണാൻ നമുക്ക് സാധിക്കുക. അതിൻ്റെ ഭാഗമായി നമ്മുടെ വരുമാനം വർദ്ധിച്ചു. നമ്മുടെ തനത് നികുതി വരുമാനം വർദ്ധിച്ചു. നമ്മുടെ തനത് വരുമാനം വലിയ തോതിൽ വർദ്ധിച്ചു. നല്ല മാതൃകയാക്കാവുന്ന തരത്തിലുള്ള വർധനവാണ് ഇതിലെല്ലാം നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞത്. അതോടൊപ്പം നമ്മുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ വലിയ വർധനവ് വന്നു. ആഭ്യന്തര ഉൽപാദനത്തിൻ്റെ വർധനവെടുത്താൽ 2016 5,60,000 കോടി രൂപയായിരുന്നു നമ്മുടെ ആഭ്യന്തര ഉൽപാദനം. ഇപ്പോഴത് 13,11,000 കോടി രൂപയായി ഉയർന്നിരിക്കുന്നു. നമ്മുടെ പ്രതിശീർഷ വരുമാനം റിസർവ് ബാങ്കിൻ്റെ കണക്കനുസരിച്ച് 2016 1,48,000 രൂപയായിരുന്നു. ഇപ്പോഴത് 2,28,000 രൂപയായിരിക്കുന്നു. നമ്മുടെ സാമ്പത്തിക നില ഈ തരത്തിൽ കണക്കാക്കിയാൽ ഒരു സാമ്പത്തിക പ്രശ്നവും നേരിടേണ്ട ആവശ്യമില്ലാത്തൊരു സംസ്ഥാനമാണ് കേരളം. എന്തുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു? കേന്ദ്ര ഗവൺമെന്റിന്റെ മുട്ടാപ്പോക്ക് നയത്തിന്റെ ഭാഗമായി. ഇതാണ് നാം തിരിച്ചറിയേണ്ടത്. ഈ ദുർഘടാവസ്ഥയിലും നമ്മുടെ നാടിനെ മുന്നോട്ട് നയിക്കാൻ തന്നെയാണ് നാം ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് നവകേരളം എന്ന കാഴ്ചപ്പാട് നാം അവതരിപ്പിച്ചത്. ഇവിടെ 2016 മുതൽ 2021 വരെ അധികാരത്തിലുണ്ടായിരുന്ന LDF സർക്കാർ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തീരുമാനിച്ചു ആ സർക്കാർ തന്നെ തുടരേണ്ടതാണ്, LDF ഇവിടെ തുടരേണ്ടതാണ്. അങ്ങനെയാണ് 2021 തുടർഭരണം സാധ്യമായത്. ഈ 9 വർഷക്കാലത്തെ അനുഭവമെടുത്താൽ വലിയ തോതിലുള്ള മുന്നേറ്റം നമുക്ക് ഓരോ രംഗത്തും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നവകേരളം എന്നത് ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങളിലെ മധ്യവരുമാന രാഷ്ട്രങ്ങളുടെ ജീവിത നിലവാര തോതിലേക്ക്
കേരളത്തിന്റെ ജീവിത നിലവാരത്തോത് ഉയർത്തലാണ്. ഒരു സങ്കല്പമായല്ല, ഈ കാലത്ത് യാഥാർത്ഥ്യമാക്കേണ്ട ഒന്നായിട്ടാണ് നവകേരളം എന്ന കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നത്. ആ കാര്യത്തിൽ എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഉണ്ടാകണം. തൊഴിലാളികൾ എന്ന നിലക്ക് നിങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണ ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ പൊതുസമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.